ഹായ് 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ എസ്സേസ് കാണുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററത്തെ ആണോ സെക്കൻഡ് ചാപ്റ്ററത്തെ ആണോ എന്നൊരു ഡൗട്ട് ഒരു പക്ഷേ വന്നേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ചാപ്റ്ററിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹോൾഡിംഗ് കമ്പനിയും ഒരു സബ്സിഡറി കമ്പനിയും ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും അതിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനികളാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീസ്. രണ്ടും അതിൻ്റേതായ ബാലൻസ് ഷീറ്റ് സ്വന്തമായി ഉണ്ടാക്കും. പിന്നീട് ഹോൾഡിംഗ് കമ്പനി ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, തൻ്റെ സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റും കൂടി ചേർത്ത് ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനിൽ ആ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവിടെ ഗുഡ് വില്ല് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് ഈ ടേക്ക് ഓവർ ഈ ഹോൾഡിംഗ് കമ്പനി മറ്റേ കമ്പനീനെ ഏറ്റെടുക്കുന്ന സമയത്ത് ഗെയിൻ ആണോ ലോസ് ആണോ എന്നതിൻ്റെ ബേസിൽ ക്യാപിറ്റൽ റിസർവോ ഗുഡ് വില്ലോ വരും. അതിനുശേഷം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരും. പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ബോണസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അതാണ് ഓർഡറിൽ അങ്ങോട്ട് ചെയ്തു പോകേണ്ടത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ കേസാണെങ്കിൽ അവിടെ അമാൽഗമേഷനും മെർജറും ടേക്ക് ഓവറും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള സംഗതികളാണ് നടക്കുന്നത്. അവിടെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി അവിടെ വൂണ്ടപ്പായിട്ട് പുതിയൊരു കമ്പനി അവിടെ ഫോം ചെയ്യാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഏത് കേസാണെങ്കിലും അവിടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് സെയിമാണ്. അതായത് ഏത് കമ്പനിയാണോ ഈ ക്ലോസ്ഡ് ആവുന്നത് അതിന് നമ്മൾ അക്വയറി കമ്പനി എന്ന് പറയുന്നു. അവരുടെ ബുക്സിൽ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതല്ലെങ്കിൽ അക്വയറർ കമ്പനിയുടെ, ഏത് കമ്പനിയാണോ ഏറ്റെടുക്കുന്നത് ആ കമ്പനിയുടെ ബുക്സിൽ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം ഒരു പുതിയ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിട്ട് ഉണ്ടാവുക. അക്വയറി കമ്പനിയുടെ ബുക്കിലോ അക്വയറർ കമ്പനിയുടെ ബുക്കിലോ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം ആൻസർ കുറേ ലെങ്തി ആവും. അപ്പോൾ ഒരു എസ്സേക്ക് ഏതെങ്കിലും ഒന്നേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അക്വയറി കമ്പനിയുടെ ബുക്സിലാണെങ്കിൽ ഒരു 13 ജേണൽ എൻട്രിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ അക്വയറി കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്നൊരു ജേണൽ എൻട്രി, പിന്നെ കൺസിഡറേഷൻ ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി, ഏതെങ്കിലും അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് സെയിലാക്കുന്ന ജേണൽ എൻട്രി, ഏതെങ്കിലും ലയബിലിറ്റീസ് പുതിയ ഫോം ചെയ്യുന്ന കമ്പനി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഡീല്, നെക്സ്റ്റ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന ജേണൽ എൻട്രി, പിന്നെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഏതെങ്കിലും അക്വയറി കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി, പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇതൊക്കെ പഴയ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് സെറ്റിലാക്കുന്ന ജേണൽ എൻട്രി, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള 13 ജേണൽ എൻട്രിയാണ് അവിടെ വരിക എക്വയറി കമ്പനിയുടെ. അതിനി എക്വയറർ കമ്പനിയുടേതാണ് ബുക്സിലാണ് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ മാക്സിമം ഒരു 5 ജേണൽ എൻട്രിയാണ് വരുന്നത്. കൺസിഡറേഷൻ ഡ്യൂ ആക്കുന്നത്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുന്നത്, കൺസിഡറേഷൻ പേ ചെയ്യുന്നത്, അതേപോലെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് എന്തെങ്കിലും എക്വയറർ കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജേണൽ എൻട്രി, നെക്സ്റ്റ് ഫോർമേഷൻ എക്സ്പെൻസ് എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി, ഇങ്ങനെ മാക്സിമം ഒരു 5 ജേണൽ എൻട്രി. അതോടൊപ്പം ഒരു ന്യൂലി ഫോംഡ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം എസ്സേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഒക്കെ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, അസറ്റ്സ് ഫിക്സഡ് അസറ്റ്സും കുറച്ച് കറണ്ട് അസറ്റ്സും ഉണ്ട്. ഇനി അതിൻ്റെ താഴെ തന്ന ഡീറ്റെയിൽസിലേക്ക് നോക്കാം. 2 കമ്പനിയുടേതാണ് തന്നിട്ടുള്ളത്, എയും ബിയും. ഇവിടെ തൗസൻഡ്സിലാണ് തന്നിട്ടുള്ളത്, ഫിഗേഴ്സിൽ 3 0 കട്ടാക്കിയിട്ടുണ്ട്. താഴെ പറയുന്നത് എ ലിമിറ്റഡും
ബി ലിമിറ്റഡും കൂടെ പോയിട്ട് അവിടെ പുതിയൊരു കമ്പനി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി വരികയാണ്. അപ്പോൾ എക്വയറി കമ്പനീസ് 2 എണ്ണം ഉണ്ട് ഇവിടെ. എയും ബിയും എക്വയറീസാണ്. എക്വയറർ കമ്പനി സി ആണ്. പിന്നെ പറയുന്നത് സി ലിമിറ്റഡിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ശ്രദ്ധിക്കുക, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ മുകളിൽ നമ്മൾ കാണിച്ചിട്ട് അടിയിൽ അണ്ടർലൈൻ ചെയ്യുകയാണ് ചെയ്യുക. അത് ടോട്ടൽ കാൽക്കുലേഷനിൽ വരില്ല. ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് 10 റുപ്പീസിൻ്റെയാണ്, പ്രിഫറൻസ് ഷെയർസ് 100 റുപ്പീസിൻ്റെയാണ്. പിന്നെ താഴെ പറയുന്നത് കൺസിഡറേഷൻ്റെ കാര്യമാണ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ പറയുന്ന സി ലിമിറ്റഡ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത് 3 കോടിയാണ്. അതിൽ 60 ലക്ഷം ക്യാഷായിട്ടും ബാക്കി ഷെയർസും ആയിട്ടാണ്. ഇപ്പോൾ 12 രൂപയാണ് വാല്യൂ പറയുന്നത്. ഇപ്പോൾ മുകളിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണെന്ന്. അപ്പോൾ ഈ 2 രൂപ എക്സ്ട്രാ 2 രൂപ എന്തായിരിക്കും? സെക്യൂരിറ്റി പ്രീമിയം ആയിരിക്കും. അപ്പോൾ 10 രൂപയുടെ ഷെയർസ് 2 രൂപ പ്രീമിയത്തിനും ബാക്കി 60 ലക്ഷം ക്യാഷായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ബി ലിമിറ്റഡിൻ്റെ കൺസിഡറേഷൻ പറയുന്നുണ്ട്. അവിടെ ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, 48 ലക്ഷമാണ് കൊടുക്കുന്നത്. ഫുൾ ഷെയർസ് ആയിട്ടാണ്. അവിടെയും 12 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ 10 രൂപ ഷെയറിൻ്റെ ഫേസ് വാല്യൂം 2 രൂപ സെക്യൂരിറ്റി പ്രീമിയം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഷെയറിൻ്റെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്തിട്ടുണ്ട് എ ലിമിറ്റഡിൻ്റെ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സി ലിമിറ്റഡ് ഇത് കൂടാതെ പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. ഓക്കെ, പബ്ലിക് ഇഷ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്, ഷെയർ വിറ്റിട്ട്. ഓക്കെ, അത് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും രണ്ടും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയും വാല്യൂ 12 തന്നിട്ടുള്ളത്. മീൻസ് 2 രൂപ അവിടെ എന്താണ് സെക്യൂരിറ്റി പ്രീമിയം ആണ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ജേർണൽ എൻട്രീസ് കൊടുക്കാനും പുതിയ ബാലൻസ് ഷീറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ബുക്സ് ഓഫ് സി ലിമിറ്റഡ്, ദാറ്റ് ഈസ് എക്വയറർ കമ്പനിയുടെ. അപ്പോൾ നമുക്കറിയാം മാക്സിമം 5 ജേർണൽ എൻട്രി വരുന്ന ആ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള സെക്ഷനാണ് ഇവിടെ നമുക്ക് ഓർമ്മ വരേണ്ടത്. അപ്പോൾ ആ ഓർഡറിൽ ഇത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജേർണൽ എൻട്രി എഴുതാനുള്ള ഓർഡർ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജേർണൽ എൻട്രിയിലേക്ക് കടക്കാം. ഫസ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആക്കുന്ന ജേർണൽ എൻട്രിയാണ്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് എ കമ്പനി, ലിക്വിഡേറ്റേഴ്സ് ഓഫ് ബി കമ്പനി. ഇപ്പോൾ 2 കമ്പനിക്കും പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാനുണ്ട്. 3,48 ലക്ഷമാണ് ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത്, ക്യാഷും ഷെയർ ക്യാപിറ്റലും ഒക്കെ അടക്കം. അപ്പോൾ അതിവിടെ ജേർണൽ എൻട്രി കൊടുക്കുക. അപ്പം ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് 3 zeros കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 34,800 എന്ന് വരും. 30,000 എ കമ്പനിക്കും 4,800 ബി കമ്പനിക്കും. ഓക്കെ, രണ്ടാമത്തെ ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുള്ളത് അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്ന ആ ഒരു ജേർണൽ എൻട്രിയാണ്. അതിൽ ഡെബിറ്റ് സൈഡാണ് കുറവ് എങ്കിൽ, ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കുറവെങ്കിൽ അവിടെ ഗുഡ് വിൽ, അതായത് നഷ്ടത്തിനാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളതെന്നും, ക്രെഡിറ്റ് സൈഡാണ് കുറവ് എങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ റിസർവ്, അതായത് ലാഭത്തിനാണ് ഇത് നമ്മൾ വാങ്ങിച്ചതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ഒന്നെങ്കിൽ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗുഡ് വില്ലും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ റിസർവും. അപ്പോൾ ഇവിടെ എ ലിമിറ്റഡിൻ്റെ അടുത്തുനിന്ന് ഏറ്റെടുത്തിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസാണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. ആ അസറ്റ്സൊക്കെ ലിസ്റ്റ് ചെയ്തു. താഴെ ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റീസ് ലിസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ടു ബിസിനസ് പർച്ചേസ് എന്നുള്ള എൻട്രി എത്രയാണോ കൺസിഡറേഷൻ കൊടുക്കുന്നത് ആ എമൗണ്ട് അവിടെ എഴുതി. ബാലൻസിങ് ഫിഗറായിട്ട് ഡെബിറ്റിലാണ് കുറവ് വരുന്നത്, അപ്പോൾ അത് ഗുഡ് വില്ലാണ്, മീൻസ് നഷ്ടത്തിലാണ്, 1,100 അവിടെ എഴുതി. നെക്സ്റ്റ് ബി ലിമിറ്റഡിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യാണ്. അവിടെയും ഡെബിറ്റിലാണ് കുറവ് വരുന്നത്, അപ്പോൾ അതും നമ്മൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് അവിടെയും നഷ്ടത്തിനാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തു. നെക്സ്റ്റ് ഈ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് വരിക. ആദ്യം എ ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷനാണ് കൊടുക്കുന്നത്. 30,000 പർച്ചേസ് കൺസിഡറേഷൻ. അതിലാദ്യം ക്യാഷായിട്ട് 6,000 കൊടുക്കുന്നു, ബാക്കി 24,000 ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം 10 രൂപയുടെ ഷെയർസും 2 രൂപ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ 2,000 ഷെയർസ് ഇൻറ്റു
10, ദാറ്റ് ഈസ് 20,000 ഷെയർ ക്യാപിറ്റൽ വരിക. 2000 × 2 4,000 ഷെയർ പ്രീമിയമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ബി ലിമിറ്റഡിൻ്റെ കൊടുക്കുന്നു. അവർക്ക് ക്യാഷ് കൊടുക്കുന്നില്ല, ഷെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അഗെയിൻ അവിടെ 4,800 പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത്. അപ്പോൾ അതിൽ 2 രൂപ പ്രീമിയം നമ്മൾ പറഞ്ഞു. അപ്പോൾ 4000 ഷെയർസിന് 10 രൂപ വെച്ചിട്ട് 400 ഷെയർസിന് 10 രൂപ വെച്ചിട്ട് 4000 ഷെയർ ക്യാപിറ്റലും 400 ഷെയർസിന് 2 രൂപ വെച്ചിട്ട് 800 സെക്യൂരിറ്റി പ്രീമിയം വരും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി പർച്ചേസ് കൺസിഡറേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലിക്വിഡേഷൻ എക്സ്പെൻസും ഫോർമേഷൻ എക്സ്പെൻസിൻ്റെയും പേയ്മെൻ്റ് ആണ്. അത് അക്വയറർ കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു എക്സ്പെൻസിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്തു എന്നതാണ് എ ലിമിറ്റഡിൻ്റെ. പക്ഷേ അത് ഇവർ ഡയറക്റ്റായിട്ട് ക്യാഷ് കൊടുത്തിട്ട് പേ ചെയ്തു എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇവർ കൊടുത്തിട്ടുള്ള ആ ക്യാഷ് പേയ്മെൻറ്റിൽ എ ലിമിറ്റഡിന് ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് 6000, അതിലങ്ങോട്ട് സെറ്റിലായി നമുക്ക് അസ്യൂം ചെയ്യാം. അതിനായിട്ട് പ്രത്യേക ജേർണൽ എൻട്രി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ നമുക്കറിയാം ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓർ ക്യാഷ് രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എത്ര ഷെയർസാണെന്നും എത്ര പ്രിഫറൻസ് ഷെയർസാണ് എത്ര ഇക്വിറ്റി ഷെയർസാണെന്ന് വേറെ വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി അവിടെ കൊടുക്കുക. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർസാണ് 30,000. സോ 3000 വരും. സീറോസ് ഞാൻ കട്ട് ചെയ്തതാണ്. നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പറയുന്നുണ്ട്. പ്രിഫറൻസ് ഷെയർസ് പാറിനും ഇക്വിറ്റി ഷെയർസ് പ്രീമിയത്തിനുമാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ 3000 വരുന്നത്. പ്രീമിയം അവിടെ 600 രൂപ. 30,000 × 2 സീറോസ് കട്ട് ചെയ്താൽ 600 രൂപ. അപ്പോൾ ഇത്രയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആക്കുന്നത്, പിന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുന്നത്, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നു, പിന്നെ പബ്ലിക് ഇഷ്യൂ നടത്തുന്നു. അത് പ്രിഫറൻസ് ഷെയർ വേറെ, ഇക്വിറ്റി ഷെയർ വേറെ, പ്രിഫറൻസ് ഷെയർ പാറിനും ഇക്വിറ്റി ഷെയർ പ്രീമിയത്തിനും. ഓക്കെ, ഇത്രയും ജേർണൽ എൻട്രീസ് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിലേക്ക് ശ്രദ്ധിക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് എക്വിറ്റി എത്രയാണ്, പ്രിഫറൻസ് എത്രയാണ്, ആ എമൗണ്ട് ഇവിടെ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിടുക. അത് നമ്മുടെ കാൽക്കുലേഷനിലേക്ക് ആഡ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് വേണ്ടത്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എ ലിമിറ്റഡിന്, അതായത് ഇതൊക്കെ നമ്മൾ ജേർണൽ എൻട്രീസ് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. എ ലിമിറ്റഡിന് 20,000 ഫേസ് വാല്യൂ ഉള്ള ഷെയർ ക്യാപിറ്റലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ബി ലിമിറ്റഡിന് 4,000 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ പബ്ലിക്കിനായിട്ട് 3,000. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇവിടെയൊക്കെ ഫേസ് വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 27,000. ഇത് ഈ ഒരു ഫോർമാറ്റിലല്ല എഴുതേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യനിലുള്ള പോലെ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയത്. നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. അത് പബ്ലിക്കിന് മാത്രമാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എക്കും ബിക്കും ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. ആ എമൗണ്ട് വരുന്നത് 3,000 ആണ്. അതവിടെ കാണിക്കാം. നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഓക്കെ, ഇതിൽ നമുക്ക് പഴയ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് ആൻഡ് സർപ്ലസസ് ഒന്നും നമ്മൾ എടുക്കരുത്. അതൊക്കെ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കൊടുത്ത് തീർത്തിട്ടുള്ളതാണ്. അവിടുത്തെ ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസും ഒക്കെ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇവിടെ നമുക്ക് ഉള്ളത് സെക്യൂരിറ്റി പ്രീമിയം. നമ്മളിപ്പം എക്കും ബിക്കും ഇഷ്യൂ ചെയ്തതും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതുമായ ഷെയറുകളുടെ സെക്യൂരിറ്റി പ്രീമിയം അത് കാണിക്കുന്ന ഹെഡ് നമുക്കറിയാം റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ അവിടെ അത് കാണിക്കാം. 4,000 എക്ക് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോഴുള്ള ഷെയർ പ്രീമിയമാണ്. 800 ബിക്ക്, 600 പബ്ലിക്കിന്. അപ്പോൾ അതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് 5,400 വരും. നെക്സ്റ്റ് ലയബിലിറ്റിയാണ്, ക്രെഡിറ്റേഴ്സ്. ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ തന്നെ ചെയ്യണം. അത് രണ്ടും കൂടി എൻ്റെയും ബിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് 710 ടോട്ടൽ വരുന്നത് 36,110. ഹൊറിസോണ്ടലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ സൗകര്യത്തിന് വേണ്ടി വെർട്ടിക്കൽ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും ഒക്കെ എൻ്റെയും ബീൻ്റെതും കൂടെ ക്യാഷ് ഒഴികെ ബാക്കിയെല്ലാം ഏറ്റെടുത്തത് ഞാനിവിടെ ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം. 32,610 വരുന്നത്. നെക്സ്റ്റ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗുഡ് വിൽ ഏറ്റെടുക്കില്ല.
അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ജേണൽ എൻട്രി പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് എക്സ്ക്ലൂഡിങ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ലാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് അഗ്രീഡ് വാല്യൂവിലാണ് ഇവിടെ കാണിക്കേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ അഗ്രീഡ് വാല്യൂ വേറെ തന്നെ തരും. അപ്പോൾ ആ വാല്യൂവിലാണ് ഏറ്റെടുത്തതായിട്ട് കാണിക്കേണ്ടത് ഇൻ ദ ബുക്സ് ഓഫ് എക്വയറർ. ബുക്ക് വാല്യൂവിലാണ് എക്വയറി കമ്പനിയുടെ ബുക്കിൽ ക്ലോസ് ചെയ്യേണ്ടതും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ബുക്ക് വാല്യൂ തന്നെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ബുക്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ബുക്ക് വാല്യൂ തന്നെ ഇവിടെ ഏറ്റെടുക്കാം. പിന്നെ ക്യാഷ് വരുന്നത് എ കമ്പനിക്ക് 450 ബി കമ്പനിക്ക് 170 കാണിക്കുന്നുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പ്ലസ് നമ്മളിപ്പോൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയല്ലോ പബ്ലിക്കിന്, ആ ഒരു വകയിൽ നമുക്ക് 6600 രൂപ പൈസ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൂടി ആഡ് ചെയ്യുക. മൈനസ് എ കമ്പനിക്ക് ഒരു 6000 നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ -6000 കാണിക്കുന്നത്. ബാലൻസ് വരുന്നത് 1220 നെക്സ്റ്റ് ഗുഡ് വിൽ, അതായത് ഈ 2 കമ്പനിയുടെ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ ഗുഡ് വിൽ കാണിച്ചിട്ടുണ്ട് 1100 1180. അതവിടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. 2280 ടാലി ആയിട്ട് വരുന്നത് 36,110 എന്നുള്ളൊരു ഫിഗറാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ എക്വയറി കമ്പനി തന്നാൽ നമുക്ക് കുറച്ചുകൂടി എക്വയറർ കമ്പനിയുടെ അടുത്ത് തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഈ 5 ജേണൽ എൻട്രി നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ ബേസിലൊരു ബാലൻസ് ഷീറ്റും. പർച്ചേസ് കൺസിഡറേഷന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടൊക്കെ കൊടുക്കാം. നമ്മൾ മുന്നേ ചെയ്ത പോലെ ജേണൽ എൻട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. ഇത് എളുപ്പമായതുകൊണ്ട് വർക്കിംഗ് നോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.